मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഇതെന്താ ഇതിനകത്ത് തക്കാളി ഇല്ലല്ലോ? അടിച്ചു പൊളിച്ചു തിമിർത്തു. തക്കാളി ഇല്ലാതെ ഒരു സാലഡ് ഉണ്ടാക്കി കഴിച്ചാ ഒരു രസവും ഉണ്ടാവൂല. തക്കാളിയുടെ വില ഇപ്പോൾ 100 രൂപയാണ്. കൂടാതെ മാർക്കറ്റിലും കിട്ടാൻ വഴിയില്ല. തക്കാളി ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം രണ്ടെണ്ണം താ. എന്റെ കയ്യിൽ തക്കാളി ഇല്ല. പിന്നെ ഉണ്ടെന്നെന്തിനാ പറഞ്ഞത്? എന്നും കുളിച്ചില്ലെങ്കിൽ തലയിലുണ്ടാകും പേന്. ഞാൻ നിങ്ങളോട് ചോദിച്ചത് തക്കാളി ഉണ്ടോ എന്നാണ്. അടികൈ. തക്കാളി ഉണ്ടെങ്കിലേ ഇപ്പൊ തന്നെ ഞങ്ങൾ അതിനെ കണ്ടിച്ച് കറിയാക്കിയേനെ. ഇനിയിപ്പൊ എന്താ ചെയ്യുക? ഈ തക്കാളി ഇല്ലാതെ കറി വെച്ചാ കഴിക്കാൻ ഒരു രസവും ഉണ്ടാവില്ല. കുറച്ച് ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. റേറ്റ് കുറഞ്ഞു കഴിയുമ്പോ പഴയതുപോലെ തക്കാളി മാർക്കറ്റിലേക്ക് വരികയും ചെയ്യും. ഓ, അപ്പൊ തക്കാളി വരാത്തത് എലി കാരണല്ലേ? എടാ ഹണി, റേറ്റ് അല്ലടാ റേറ്റ്. റേറ്റ് കുറയുമ്പോ തക്കാളി തീർച്ചയായിട്ടും മാർക്കറ്റിലേക്ക് വരും. ഇപ്പോഴൊരു കാര്യം ഓർമ്മ വന്ന്, എലിക്കുട്ടന് തക്കാളി വലിയ ഇഷ്ടമാണ്. അവന്റെ അടുത്ത് തീർച്ചയായിട്ടും തക്കാളി ഉണ്ടാവും. ആ, ഞാൻ എന്തായാലും അവൻ ഇപ്പൊ തന്നെ പോയി കൊണ്ടുവരാം. ഇവൻ കഴുതയാണ്. ഇവിടെ തക്കാളി തന്നെ കിട്ടാൻ വഴിയില്ല. പിന്നെ എവിടെ എലിക്കുട്ടനെ കിട്ടും? സംശയമുണ്ടോ? ശ്രമിച്ചാൽ നടക്കാത്തത് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ തക്കാളി കിട്ടുകയാണെങ്കിൽ എന്റെ വീട്ടിലേക്ക് 2-3 അയക്കണേ. അടികൈ. എല്ലാ വീടുകളിലും ഞങ്ങൾ വെള്ളം എത്തിക്കുമെന്ന് ഉറപ്പു തരുന്നു. ഞങ്ങൾ തരുന്ന വെള്ളം കുറച്ചൊന്നുമല്ല. നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളിൽ പോലും പോകേണ്ട ആവശ്യം വരില്ല. ഹാൾ മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിരിക്കും. ഇയാൾ നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണ്. പൈപ്പിലേക്ക് തന്നെ വെള്ളം വരുന്നില്ല, പിന്നെ എങ്ങനെയാ ഹാളിലേക്ക് വെള്ളം വരിക? കള്ളം പറയാണ്. ഇയാളെ തല്ലണം. ഞാൻ പറയുന്ന തക്കാളി കണ്ടപ്പോൾ ഓർമ്മ വന്നു. ഞങ്ങൾ തക്കാളിയുടെ വില എന്താ ചെയ്യുന്നത്? തക്കാളി കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഇതാണ്. ഞങ്ങൾ തക്കാളിയുടെ വില കുറയ്ക്കുന്നതായിരിക്കും. ഓരോ വീട്ടിലും തക്കാളി നിറയെ ഉണ്ടായിരിക്കും. ഇപ്പൊ നിന്റെ ശരീരം മുഴുവൻ തക്കാളി ആയിരിക്കും. ഇന്നാ പിടിച്ചോ. അയ്യോ അയ്യോ, എന്താ ഈ ചെയ്യുന്നേ? എനിക്ക് ഞാൻ പറയുന്നത് കേക്ക്. ഓടിക്കോ. അയ്യോ, ഞാൻ മിനിസ്റ്റർ ആണ്. എന്നെ നിങ്ങൾ ഇങ്ങനെ തക്കാളി എറിഞ്ഞ് ഉപദ്രവിക്കരുത്. ഇത്ര മാത്രം തക്കാളികളോ? വേണ്ട, അരുത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയരുത്. പറയുന്നത് നേരെ മുഖത്തേക്ക് എറിയണം. മുഖത്തെറിയ. അടിപൊളിയായിട്ടുണ്ട്. എറിഞ്ഞോ എറിഞ്ഞോ. എന്റെ അമ്മ ഓടിക്കോ. ഇവിടെ നിന്നാൽ തടി കേടാകും. തക്കാളി ചവിട്ടി പൊട്ടിക്കരുത്. ഇത്രയും തക്കാളി കിട്ടി. ഇനി സാലഡ് എന്തിനാ? ഫ്രൂട്ട് സലാഡ് തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിക്കാം. എന്റെ ബുദ്ധി അപാരം തന്നെ. അമിതഭാരം കയറ്റിക്കൊണ്ടുപോയ ലോറി കൊക്കയിലേക്ക് മറിഞ്ഞു. ഹാണി, തക്കാളിയും കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു. അടികൈ. ആ, തക്കാളി കൊണ്ടുവന്ന കറി വെക്കാമായിരുന്നു. എടാ, തക്കാളി കിട്ടുമോ ഇല്ലയോ ആദ്യം അതെനിക്കറിയണം. കൊണ്ടുവന്നു, അതും ഒരു ചാക്ക് നിറയെ. എന്റെ അമ്മച്ചി, പന്ത് ചുരുണ്ടിക്കളിച്ചു. കള്ളക്കളി. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും തക്കാളി? അടികൈ. ഇത് പൊട്ടിയതാ. ഇത് പൊട്ടിയതല്ല, ഇത് തക്കാളിയാ. എടാ കഴുതേ, ഇത് മുഴുവൻ നശിച്ചു. എവിടുന്ന വാങ്ങിയത്? മന്ത്രി എല്ലാരും തക്കാളി കൊണ്ട് എറിയായിരുന്നു. ഞാൻ അവിടുന്ന് പെറുക്കിക്കൊണ്ട് വന്നതാ. അയ്യോ എന്റെ അമ്മച്ചി. ചക്ക കൊണ്ട് പായസവും വെക്കാം, തക്കാളി ഇല്ലാതെ കറിയും വെക്കാം. അടികൈ. അപ്പൊ ഇനി നമ്മൾ തക്കാളി ഇല്ലാതെ ജീവിക്കാൻ പഠിക്കണം അല്ലേ? സംശയമുണ്ടോ? തക്കാളി ഇല്ലാതെ കറി വെച്ചാൽ കറിക്കൊരു സ്വാദും ഉണ്ടാവുകയില്ല. നമുക്ക് തക്കാളി കിട്ടും. എങ്ങനെ? ചന്തയിൽ പോലും തക്കാളി ഇല്ല. നമ്മൾ തക്കാളി വിളയിച്ചെടുക്കും. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇനി നമ്മുടെ കയ്യിൽ നമ്മുടെ തക്കാളി ഉണ്ടാവും. അതെ, വരൂ, തക്കാളി വിളയിക്കാൻ ഇപ്പോൾ തന്നെ തുടങ്ങാം. ജോലി തുടങ്ങിക്കോളൂ. ജോർദാറും ഞാനും മണ്ണിളക്കിയിടും.
ഹണി മണ്ണ് വാരും, പൊപ്പട്ട് വിത്തുകളിടും. ആ, കഴുതേ തൂമ്പ കൊണ്ടുവരുന്നത് കണ്ടില്ലേ? കണ്ടു. ഒന്ന് നിന്റെ കയ്യിലും മറ്റേത് സോർദാറിന്റെ കയ്യിലും. എടാ ശരീരത്തിൽ കൊള്ളൂന്ന് അറിഞ്ഞിട്ടും നീ എന്താ മാറാത്തെ? മാറിയതാ, ബണ്ണിയുടെ സൈഡിലേക്കാ മാറിയത്. അപ്പോഴാ നിന്റെ തൂമ്പ വന്ന് എന്റെ തലയെ കൊണ്ടത്. ശരി, വേഗം ഇവിടുന്ന് മണ്ണെടുത്ത് കളയാൻ നോക്ക്. ഈ മണ്ണ് എവിടെ തട്ടേണ്ടത്? നേരെ എന്റെ തലയിലേക്ക് തട്ട്. എന്തിനാ നിങ്ങൾ സ്വന്തം വീട്ടിൽ കുഴി തോണ്ടുന്നത്? കഴുത എന്നും കഴുത തന്നെയാ, കുഴി തോണ്ടുന്നതല്ല. തക്കാളി വിതയ്ക്കുകയാണ്. ഞങ്ങൾക്ക് തക്കാളി വേണം. എനിക്ക് കഴുതയുടെ രൂപമുണ്ടായിരിക്കും, എന്നാൽ യഥാർത്ഥ കഴുതകൾ നിങ്ങൾ എല്ലാവരുമാണ്. എല്ലാരും അല്ല, ഞാൻ മാത്രാണ് കഴുത. എല്ലാരും കഴുതകൾ തന്നെയാണ്. അതെന്താ? തക്കാളിയുടെ വിളവെടുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ മാർക്കറ്റിലേക്ക് തക്കാളികൾ എത്തിച്ചേരും. അടിച്ചു പൊളിച്ചു തിമിർത്തു. എടാ കഴുതേ, നീ എന്തായാലും ബുദ്ധിയുള്ള കഴുത തന്നെയാ. കഴുത എന്ന് വെച്ച് വിഡ്ഢിയല്ല ഞാൻ. കൃഷി വകുപ്പിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ട് തക്കാളി വിളയിച്ചെടുക്കാൻ കഴിയും. ഒരു ദിവസം കൊണ്ടോ? അതെ, കണ്ടോളൂ എന്റെ അത്ഭുതം. എന്റെ പല വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ഈ സീഡ്സ് ഞാൻ ഉൽപ്പാദിപ്പിച്ചെടുത്തത്. ഇത് വെച്ച് ഒരു ദിവസം കൊണ്ട് തക്കാളി വിളവെടുക്കാം. പാടിക്കൊണ്ട് പണിയെടുക്കാം. ഏ, ഓ, ഏ, ഓ, ഏ, ഓ, ഏ, ഓ. ഏയ്. സോറി, എന്റെ പുറകെ വന്ന് ഇങ്ങനെ കളി പറയാൻ നിൽക്കരുത്. കഴുതയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഓരോന്ന് അറിയാതെ അങ്ങ് ചെയ്തു പോകും. ശരി, ഇനി വെള്ളമൊഴിക്കൂ. ഏ, ഇവൻ കഴുത തന്നെയാണല്ലോ. ഇവൻ എന്തിനാ എന്റെ മുഖത്ത് വെള്ളം ഒഴിക്കുന്നത്? സോറി, അഴുക്ക് പറ്റിയിരിക്കുന്നത് ബണ്ണിക്ക് സോർദാറിനാണല്ലോ. കഴുതേ, മണ്ണിലേക്കാടാ വെള്ളം അടിക്കണ്ടേ? ഇവനെ കഴുത എന്ന് പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. അടിച്ചു പൊളിച്ചു തിമിർത്തു. അതാ ചെടി മുളച്ചു. നാളെ രാവിലെ തക്കാളിയും ഉണ്ടാകും. കൂട്ടുകാരെ, തക്കാളി അര. കാക്കള് നമ്മുടെ തക്കാളി തിന്നാണ്. വിരട്ടി ഓടിക്ക. വേഗം ഓടിക്കോ. മര്യാദക്ക് പോയിക്കോ അവിടുന്ന്. ഓടിക്കോ. ഓടിക്കോ, ഓടിക്കോ. കഴുതേ, കാക്കകളെ ഓട്ടിക്കേ. അംഗൻവാടിയിൽ പയറ് വെച്ച് കഞ്ഞി ഉണ്ടാക്കി. എന്റെ ഹെഡിലെറിഞ്ഞ് നിങ്ങൾ ഹെഡ്ലൈറ്റ് ഉണ്ടാക്കി. അടികൈ. അയ്യോ, അമ്മച്ചി. എന്നെ എന്തിനാണോ തല്ലിയത്? നീ കാക്കകളുടെ ഇടയിലൂടെ പറഞ്ഞില്ലേ, അതുകൊണ്ട് നീ കാക്കയാണെന്ന് കരുതി. കഴുതേ, പച്ച കളറിൽ ഏത് കാക്കയാടാ ഉള്ളേ? എനിക്ക് തോന്നിയത് എന്നെ പറ്റിക്കാൻ വേണ്ടിട്ടേ കാക്ക കളർ മാറി വന്നതാണെന്നാ. ശരി, വിട്ടേക്ക്. എന്തായാലും നമ്മുടെ തക്കാളി രക്ഷപ്പെട്ടല്ലോ. എടാ, ഇത്രയധികം തക്കാളികൾ നമ്മൾ എങ്ങനെയാ തിന്നുന്നത്? ഇതൊക്കെ എന്താ ചെയ്യാ? ഇതെന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തക്കാളി കിട്ടാതെ ജനങ്ങൾ വലഞ്ഞു നടക്കുകയാ. അവർക്കെല്ലാവർക്കും നമുക്കിത് ഫ്രീ ആയി കൊടുക്കാം. കൊള്ളാം, നല്ല ഐഡിയ ബന്നി. ആ, വൺ വേയിൽ വന്നപ്പോൾ കാർ സൈക്കിളിൽ മുട്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും ധാരാളം തക്കാളിയും കിട്ടി. അടികൈ.
ഈഷ്, തക്കാളികൾ. നിങ്ങൾ എന്തായാലും തക്കാളി ഉൽപ്പാദിപ്പിച്ച് എല്ലാവരെയും സഹായിച്ചു. ഇവിടെയുള്ള എല്ലാവർക്കും നിങ്ങൾ കാരണം തക്കാളി ലഭിച്ചിരിക്കുകയാണ്. അതിന് കാരണം ഞങ്ങളല്ല, അതിന് കാരണം ഇദ്ദേഹമാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രയത്നമാണിത്. വിത്ത് ഞാൻ കണ്ടുപിടിച്ചു, നിങ്ങൾ എല്ലാരും അധ്വാനിച്ചു. കണ്ടോടാ, ഒരു കഴുത കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്. അതല്ല, ഇദ്ദേഹം കൃഷി വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഇതൊരു കഴിവ് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇത്രയധികം തക്കാളികൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? താരാട്ട് പാട്ട് കേൾക്കാതെ കുട്ടികൾ ഉറങ്ങില്ല. കഴുതകൾ എല്ലാവരും മണ്ടന്മാരുമല്ല. അടികൈ.